होंगे कामयाब. Definitely you will be successful, Allah. You are already successful. These are the 5 finalists of Munch Star Singer Junior. Give them a loud round of applause. You know, ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു വേദിയിൽ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇവര് മാത്രമല്ല, ടെലിവിഷനിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടെൻഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അവരുടെ മനസ്സിലും ഹൃദയത്തിലുമുള്ള ടെൻഷൻ തന്നെയാണ് ഇപ്പൊ നസ്രിയയ്ക്കും എനിക്കും. ഡെഫിനറ്റ്ലി ചേച്ചി, ത്രൂ ഔട്ട് ദിസ് ജേർണി ഇവരോട് തന്നെ ചോദിച്ചറിയാം, കണ്ടസ്റ്റൻസിനെയും കാട്ടി കൂടുതൽ എല്ലാ എലിമിനേഷനും എനിക്കാണ് ടെൻഷൻ. I know well that journey ഈ ഒരു അവസരത്തിൽ അവസാനിക്കാൻ പോവാണ്. ഞങ്ങളുടെ വെരി വെരി ടാലന്റഡ് ആയ 5 ഫൈനലിസ്റ്റ് ആണ് ഈ സ്റ്റേജിൽ ഈ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുന്നത്. ആൻഡ് അവരുടെ ജേർണി ഒട്ടും ഈസി അല്ലായിരുന്നു, ബിക്കോസ് ഇവിടെ വന്നപ്പോൾ അവർ റഫ് കട്ട് ഡയമണ്ട്സ് പോലെ ആയിരുന്നു അല്ലേ? അതെ, ഒരുപാട് അപ്സ് ആൻഡ് സോ മെനി ഡൗൺസ്. ആബ്സല്യൂട്ട്ലി. 3000+ കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻസ് അയച്ചത്. അതിൽ നിന്നും 50 പേരെയാണ് ആദ്യം തെരഞ്ഞെടുത്തത് അല്ലേ? യെസ്, ഫസ്റ്റ് 50, then 24 and now final 5. And ഇനി ഈ 5 പേരിൽ നിന്നും this will become one, the winner of Munch Star Singer Junior Season 2. ആരായിരിക്കും? I have no idea. I'm waiting. ഞാനും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇവരെ പോലെ തന്നെ. And ചേച്ചി, you are also waiting. They are also waiting. Everyone's waiting. True. അപ്പൊ നമുക്ക് അവരുടെ ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കാം. മത്സരം ആരംഭിക്കാൻ സമയമായി. അത് ടെൻഷൻ കുറച്ചോ കൂട്ടിയോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ദ ബോൾ റോളിംഗ്. പക്ഷേ യു നോ വാട്ട്, കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഐ വുഡ് ലൈക്ക് ടു നോ എ ലിറ്റിൽ മോർ. നസ്രിയയുടെ കൂടുതൽ അടുപ്പമുള്ളവരാണ് ഇവർ 5 പേരും, ബിക്കോസ് ഞാൻ ഇടയ്ക്ക് ഒരു വിസിറ്റർ ആയിട്ടല്ലേ കാണാറുള്ളൂ ഇവരെ. സോ യു ടെൽ മീ, ഈ 5 പേരെ കുറിച്ചും നസ്രിയയ്ക്ക് ഏറ്റവും ഓർമ്മയുള്ള കാര്യം അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് നമ്മുടെ ലംബു ആദർശ്. നമ്മുടെ ബച്ചനാണ്, നമ്മുടെ മിസ്റ്റർ ബച്ചനാണോ? ആദർശിനെ കുറിച്ച് പറയുമ്പോൾ ചേച്ചി, വാട്ട് കംസ് ടു മൈ മൈൻഡ് ഫസ്റ്റ് ഇസ് ആദർശിനെ ഫൈനൽ 24 കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ വി വർ ട്രൈയിങ് ഹിം ഓൺ ദി ഫോൺ. ഓരോ രീതിയിലും ആദർശ് ഫോൺ പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഫൈനലി വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒരാളെന്ന് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഫൈനലി ഒന്നും കൂടെ വിളിച്ചപ്പോൾ he picked up and that's why he is here today. So a lucky ഒരു എൻട്രി ആണ് ആദർശിന്. സോ ആദർശിന് വേണ്ടി ഒരു കൈയടി കൊടുക്കും. ഇപ്പൊ ഗ്രാൻഡ് ഫിനാലയിൽ ഒരു ഫൈനലിസ്റ്റ് ആണ്, ഫോൺ പോലും എടുക്കാത്ത ആള്. ആദർശ്, ഐ വുഡ് ലൈക്ക് യു ടു സേ സംതിങ്. ഈ ഒരു അവസരത്തിൽ ഈ ഗ്രാൻഡ് ഫിനാലയിൽ ഒരു ഫൈനലിസ്റ്റ് ആയി നിൽക്കുമ്പോ ആദർശ് എന്ന ചെറുപ്പക്കാരൻ എന്താണ് ഇവിടെ നിൽക്കുന്ന മലയാളികളോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. കാരണം ഇത്രയും വരെയൊക്കെ എത്തിയില്ലേ, അത് തന്നെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഗ്രാൻഡ് ഫിനാലെ ഈ എപ്പിസോഡിൽ ഞാൻ ഒട്ടും പേരൊന്നും പ്രതീക്ഷിച്ചില്ല. അത് എന്റെ ഗുരുക്കന്മാര്, എന്റെ അമ്മ, അവരെല്ലാരും അവരുടെ പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് ഒരു ബിഗ് ഹാൻഡ് ഫോർ ദം. യെസ്, തീർച്ചയായിട്ടും. ഐ തിങ്ക് ഇവരുടെയൊക്കെ പേരൻസ് ഹാവ് പ്ലേഡ് എ ബിഗ് റോൾ. ചേച്ചി, എനിക്ക് പറയാനുള്ള കാര്യം, ഐ കാന്റ് ബിലീവ് ആദർശ് ഇത്രയും പ്രസംഗിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല, ആദർശിനെ നമ്മുടെ ഗോപി അങ്കിൾ പ്രസംഗിക്കാൻ വേണ്ടി ഇത്രയും ട്രെയിനിങ് കൊടുത്തു. ഒരുപാട് ട്രെയിനിങ് ആണ് ആദർശ് ലഭിച്ചത്. ആൻഡ് ഫൈനലി ഇന്ന് ഇവിടെ പ്രസംഗിച്ചു. വെൽ ഡൺ ആദർശ്, ഗുഡ് ജോബ്. ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഒരു സിംഗറിനെ മോൾഡ് ചെയ്യുക മാത്രമല്ല, ഇവർ ഒരു പേഴ്സണാലിറ്റി, ഇവരുടെ ക്യാരക്ടർ ഒക്കെ മോൾഡ് ചെയ്യാണ്. ഇനി നമ്മളുടെ അടുത്ത ഫൈനലിസ്റ്റിലേക്ക് കടക്കാം. വിഷ്ണു ചേച്ചി, ഐ ഷുഡ് സേ വിഷ്ണു നോർമലി ക്ലാസിക്കൽ സോങ്സ് പാടുന്ന ഒരു സിംഗറാണ്. ആൻഡ് യു നോ, വിഷ്ണു ഇവിടെ വന്നതിന് ശേഷമാണ് പെർഫോമൻസ്. And when Vishnu performed, we were like really shocked. ഭയങ്കര ഒരു ഷോക്ക് തന്നെയായിരുന്നു വിഷ്ണു പെർഫോം ചെയ്തപ്പോൾ, but it was very nice. So definitely വിഷ്ണുവിന് ഒരു crazy journey ആയിരുന്നായിരിക്കും ഇത്. So Vishnu, now congratulations. You're in the finals of this competition. And ഈ മനോഹരമായ ഓഡിയൻസിനോട് എന്താണ് വിഷ്ണുവിന് പറയാനുള്ളത്? ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്രയും വലിയ സ്റ്റേജിൽ നിൽക്കാൻ കഴിയുമെന്ന്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞത്. നിങ്ങളുടെ മുന്നിൽ പാടുക എന്നത് എൻ്റെ ഒരു സ്വപ്നമാണ്. എനിക്ക് നന്നായി പാടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്ക് വേണം. ഐ എം ഷുവർ നിങ്ങൾ എല്ലാവരും നന്നായി പാടണം എന്നാണ് ഇവിടെ എല്ലാവരുടെയും ആഗ്രഹം. ഇനി ഇവിടെ നിൽക്കുന്ന ഒട്ടുമിക്ക നമ്മളുടെ എല്ലാവരുടെയും ഹൈറ്റ് ഒരുപോലെയാണ്, പക്ഷെ ഒരാളെ മാത്രം നിങ്ങൾ നോക്കിയാൽ ഒരു ഡിപ്പ്. പക്ഷെ he is definitely the most popular contestant of Munch Star Singer Junior. ഈ കൊച്ചു യദുക്കുട്ടനെ കുറിച്ച് എന്താ നസ്രിക്ക് പറയാനുള്ളത്?
Yadu is a complete entertainment. എന്താ കൂടുതൽ പറയാ? അല്ലെങ്കിൽ യദുവിന് ഇത്രയും ഫാൻസ് ഉണ്ടാവും യദു? And he is very cool. യദുവിന്റെ പാട്ടിനെയും കാട്ടി കൂടുതൽ too many expressions, you know, with hands. അതാണ് യദു. യദുക്കുട്ട, കൺഗ്രാറ്റുലേഷൻസ്. ഈ 5 പേരിൽ മോൻ ഒരാളാണ്. എന്താണ് പറയാനുള്ളത് ഇവിടെയുള്ള ആൾക്കാർ? ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന പ്രേക്ഷകരാണ്, നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോ യദു എന്ന ഫൈനലിസ്റ്റിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത്ര വലിയ പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് ഇവിടെ ഈ ഗ്രാൻഡ് ഫിനാലയിൽ നിന്ന് പാടാൻ സാധിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. പിന്നെ ഓഡിഷൻ വന്നപ്പോൾ തന്നെ എനിക്ക് പാട്ടിന് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടം വരെ ഇത്ര വലിയ പാട്ടുകാരുടെ അടുത്ത് നിന്ന് ഇവിടം വരെ ഒന്ന് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഓഡിയൻസിനും നാട്ടുകാർക്കും എന്റെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും എല്ലാവർക്കും എന്റെ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. വെരി ഹിസ്റ്ററിയോണിക് ആണ്, സത്യമാണ്. As I told you, right? ഭയങ്കര ക്രൗഡ് സപ്പോർട്ടും ഉണ്ട് യദുവിന്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, യദു എന്ന സിംഗർ തുടക്കം വന്നപ്പോ ഔട്ടായി പോവും എന്ന് പ്രതീക്ഷിച്ച ഒരാളാണ്. We thought, you know, just for 2-3 rounds or entertainment അത്രേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ചേച്ചി, I should say that യദു ശരിക്കും പാടി തന്നെ കയറിയതാണ്. ഹാർഡ് വർക്ക്, ഹിസ് കോൺസെൻട്രേഷൻ, യദുവിന്റെ കോൺസെൻട്രേഷൻ. പാട്ട് പാടുമ്പം ഇറ്റ്സ് ഓൺലി സിംഗിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, വേറെ ഒന്നുമില്ല. ഓക്കെ, സോ നമ്മളുടെ ബോയ്സിനെ നമുക്ക് നിർത്താം. ഞാനൊരു പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് അറിയാലോ. I've just put you there. I prefer girls because I think girls need more power. So I don't mind. Okay, today you take the boys. Okay, Vaishakhi. Vaishakhi, she is one of the most consistent singers, one of my closest friends here. വൈശാഖിയുടെ അടുത്ത് നമ്മുടെ ജഡ്ജസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പ്ലേ ബാക്ക് സിംഗിങ്ങിന് പറ്റിയ വോയിസ് ആണ്. ഷീസ് ഗോട്ട് ദാറ്റ്, you know, very good clarity in her voice. വൈശാഖി, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ആൻഡ് തീർച്ചയായിട്ടും ഒരു ഈക്വൽ കോമ്പറ്റീഷൻ ആണ് ഇവിടെ. എല്ലാവരും ഒരു സിമിലർ പെർഫോമൻസ് റേറ്റിംഗ് ആണ്. We've got that. So what do you have to say now? എല്ലാവർക്കും എന്റെ നമസ്കാരം. സത്യം പറഞ്ഞ ഓഡീഷൻസ് ടൈമിലൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും വലിയൊരു സ്റ്റേജിൽ പാടാൻ പറ്റുമെന്ന്. അതിനെന്നെ സഹായിച്ച എന്റെ പേരൻസ്, എന്റെ ടീച്ചേഴ്സ്, ഇവിടെ എല്ലാവരും വളരെ സപ്പോർട്ടാണ്. അപ്പം ഇന്ന് നല്ലതായിട്ട് പാടണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങളുടെ 5 പേരുടെ ഒപ്പം ഉണ്ടായിരിക്കണം. താങ്ക് യു. ആൻഡ് ഫൈനലി ഈ 5 പേര് കംപ്ലീറ്റ് ചെയ്യുന്നത് പാർവതിയാണ്. I think right from beginning she was consistent, അല്ലേ? Yes, she was also one of the most consistent singers. യദുവും പാർവതി ഒരേ ഏജ് ആണ്. Look at that. ഒരേ വയസ്സോ? എന്ത് പറ്റി? ഒരേ വയസ്സാണ്. യദു വളർന്നില്ല, പാർവതി അങ്ങ് വളർന്നു. I can't believe it. അത് ഷോക്കായി പോയി. സാരല്ല മോനെ, good things come in small packages. കേട്ടോ? അപ്പൊ പാർവതി എടുത്തും ഞങ്ങൾ ഈ അവസരത്തിൽ we want to say big congratulations and please. ആദ്യമായി എല്ലാവർക്കും എന്റെ നമസ്കാരം. ഈ ജനത്തിന് മുൻപിൽ പാടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്ര നാളും കൊതിച്ചിരുന്നത്. അതിപ്പോ ഒരു പാട്ടെങ്കിലും പാടണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇപ്പൊ അത് സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. ആദ്യം ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ എന്റെ പാരന്റ്സ്, ടീച്ചർ, ലേഖാൻഡി, എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. പിന്നെ ഇനി എനിക്ക് നന്നായി പാടണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, അനുഗ്രഹം വേണം. എനിക്കല്ല, എല്ലാവർക്കും, ഞങ്ങൾ 5 പേർക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, അനുഗ്രഹം വേണം. Okay, so ladies and gentlemen, the grand finale of Munch Star Singer Junioril മത്സരിക്കാൻ പോകുന്നത് ഈ 5 ഫൈനലിസ്റ്റ് ആണ്. ആദർശ്, വിഷ്ണു, യദു, വൈശാഖി ആൻഡ് പാർവതി. പക്ഷേ ഇവിടെ ഒരു മത്സരം നടക്കണമെങ്കിൽ അതിന് വിധികർത്താക്കളും ആവശ്യമാണ്. ആൻഡ് ഈ ഒരു മനോഹരമായ മത്സരത്തിൽ ഇതുവരെ ഇവരെ ട്രെയിൻ ചെയ്ത് ഇവരുടെ ഉള്ളിലെ ടാലന്റ് പുറത്ത് കൊണ്ടുവന്നത് നമ്മുടെ മഞ്ച് ഡാഡിയും മഞ്ച് മമ്മിയുമാണ്. സോ ആദ്യം തന്നെ ലെറ്റ്സ് വെൽക്കം ഓൺ സ്റ്റേജ് the first jury member of this competition. Put your hands together for playback singer Sujata. സംഗീത സുധാരസത്തിൽ നീന്തി തുടിച്ച് മലയാളിയുടെ മനസ്സിലേക്ക് സ്വരരാഗമഴയായി കടന്നു വന്ന വിധികർത്താവ് സുജാത മോഹൻ. ഒരമ്മയുടെ വാത്സല്യം ചൊരിയുന്ന സുജാതയുടെ ഭാഷണങ്ങൾ മഞ്ച് സ്റ്റാർ സിംഗേഴ്സിലെ കുരുന്ന് പ്രതിഭകൾക്കും പ്രേക്ഷകർക്കും പാൽപ്പായസം പോലെ പ്രിയങ്കരമാണ്. സ്നേഹവാത്സല്യങ്ങൾക്കൊപ്പം ശ്രുതിയും ലയവും താളവും കലർന്ന പൂന്തേൻ കൊടുത്തു വളർത്തിയ കുരുന്ന് പ്രതിഭകൾ വേദിയിൽ മാറ്റുരയ്ക്കുമ്പോൾ ഈ അമ്മയുടെ മനസ്സ് അഭിമാനപൂരിതമാകുന്നു. സ്വാഗതം സുജാത മോഹൻ മഞ്ച് സ്റ്റാർ സിംഗർ ജൂനിയറിന്റെ ഗ്രാൻഡ് ഫിനാലെ ജഡ്ജിംഗ് പാനലിലേക്ക്.
അടുത്തതായി വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ മഞ്ച് ഡാഡി ജി വേണുഗോപാൽ. ജി വേണുഗോപാൽ സംഗീത ലോകത്തിന്റെ ചന്ദന മണിവാതിൽ പാടി തുറന്നെത്തിയ അനുഗ്രഹീത ഗായകൻ. ആവണി പൂനിലാവിന്റെ തെളിമയാർന്ന സ്വരശുദ്ധിയോടെ ഈ ഗായകൻ മലയാളിയുടെ കാതിലും മനസ്സിലും നിറച്ച സ്വരരാഗ അനുഭൂതികൾ എത്രയെത്ര. തന്റെ സംഗീത അനുഭവത്തെ കൽക്കണ്ട മധുരമുള്ള വാക്കുകളിലൂടെ പകർന്ന് മത്സരാർത്ഥികൾക്ക് വേദിയിലും ജീവിതത്തിലും വഴിതെളിച്ച ഈ വിധികർത്താവിന് സഹർഷം സ്വാഗതം മഞ്ച് സ്റ്റാർ സിംഗർ ജൂനിയർ ഗ്രാൻഡ് ഫിനാലെ ജഡ്ജിംഗ് പാനലിലേക്ക്. മഞ്ച് ഡാഡി ആൻഡ് മഞ്ച് മമ്മി ഇവിടെയുണ്ട്. ഈ ഗ്രാൻഡ് ഫിനാലയിൽ അവരുടെ കൂടെ ജഡ്ജ് ചെയ്യാൻ എത്തുന്നു ദി എക്സ്ട്രീംലി ടാലന്റഡ് വെരി പോപ്പുലർ പ്ലേബാക്ക് സിംഗർ ശ്രീ ഉണ്ണികൃഷ്ണൻ. പി ഉണ്ണികൃഷ്ണൻ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ കർണാട്ടിക് സംഗീതജ്ഞൻ, സംഗീത കലാനിധി ഡോക്ടർ രാമകൃഷ്ണൻ, KS കൃഷ്ണമൂർത്തി, സാവിത്രി കൃഷ്ണമൂർത്തി എന്നിവരിൽ നിന്നും സംഗീതത്തിൽ ശിക്ഷണം നേടിയ ഉണ്ണികൃഷ്ണൻ തികഞ്ഞ ഒരു ക്രിക്കറ്റ് പ്രേമി കൂടിയാണ്. കാതലനിലെ എന്നവളെ എന്ന ഗാനത്തിനും പവിത്രത്തിലെ ഉയിരും നീയെ എന്ന ഗാനത്തിനും 1994 മികച്ച ഗായകനുള്ള ദേശീയ അവാർഡിന് ഉണ്ണികൃഷ്ണൻ അർഹനായി. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിലായി 600-ൽ പരം ഗാനങ്ങൾ ആലപിച്ച ഇന്ത്യൻ യുവത്വത്തിന്റെ